ഹലോ, പേരെന്തായിരുന്നു? എന്റെ പേര് ഷെഫീഖ്. എവിടെ സ്ഥലോ? ഞാൻ അരക്കിണർ. ഇപ്പൊ ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് ഇപ്പൊ എത്രയായി? ഒരു വർഷമായി. കഴിഞ്ഞ നവംബറിൽ എടുത്താണ്. ഒരു മാസമായി. എവിടെയാ ഓടുന്നത്? കോഴിക്കോട് സിറ്റി തന്നെ. കോഴിക്കോട് സിറ്റി തന്നെ ഓടുന്നത്. അപ്പൊ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഞാൻ വന്നത്. ഒരു വർഷമായല്ലോ, അപ്പൊ ഏകദേശം അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന്. നല്ല അഭിപ്രായമാണ്. സർവീസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഇലക്ട്രിക് വണ്ടി പണിയെടുക്കാനായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ട്. ആദ്യം എങ്ങനെയായിരുന്നു സർവീസ്? ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ CNG വണ്ടി, ഡീസൽ വണ്ടി എല്ലാം എടുക്കാൻ എല്ലാം കോമൺ ആയിട്ട് എല്ലാവരും കൂടി എടുക്കണം. എല്ലാ വണ്ടിന്റെയും കൂടെ ആയിരുന്നു എടുക്കല്. വണ്ടി എടുക്കാനായിട്ട് ഒരു എത്ര സിറ്റിയിൽ കണ്ടമാനം വണ്ടി ഇറങ്ങിയില്ലേ. വണ്ടി കൂടിയപ്പോ പുതിയ സെപ്പറേറ്റ് ആക്കി. ഏകദേശം പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മള് ആക്കി തന്നത്. ഒരാളെ തന്നെ നമ്മളെ ഡ്രൈവർമാര് സർവീസ് ചെയ്യാനൊക്കെ ആളില്ലല്ലോ. ഇപ്പൊ വളരെ ഉഷാറാണ്. ഇപ്പൊ സർവീസ് കുഴപ്പമില്ല, തന്നെ വണ്ടി കിട്ടുന്നുണ്ട്. വണ്ടി ഇപ്പോ എത്ര കിലോമീറ്റർ ഓടി? 25,000 കിലോമീറ്റർ ഓടി. 25,000 കിലോമീറ്റർ ഓടി. ആദ്യമായിട്ടാണ് ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക്? അല്ലേ നേരത്തെ ഓട്ടോറിക്ഷ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യം ഓട്ടോ ഗുഡ്സ് ആയിരുന്നു. പാസഞ്ചർ അല്ല, ഗുഡ്സ് ആയിരുന്നു. ഗുഡ്സ് ഒഴിവാക്കി പിന്നെ ഇലക്ട്രിക് വണ്ടി പെർമിറ്റ് കൊടുക്കണോണ്ടേ. അപ്പൊ വണ്ടി അത്യാവശ്യം ബോഡി വർക്കൊക്കെ എടുത്തൊരു വണ്ടിയാണ് അല്ലേ? അതെ. എത്ര കിലോമീറ്റർ ഓടി? 28,000 കിലോമീറ്റർ ഓടി. ഒന്ന് കാണിക്കാൻ പറ്റത്? അല്ലേ? 26,000. ഒരു ചെറിയ ബർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഗൂഗിൾ പേ ആർക്കെങ്കിലും പൈസ അയക്കണമെന്നുള്ളത് പൈസ ഉള്ളത് അയച്ചോട്ടല്ലേ? ഗൂഗിൾ പേ ആണ് എല്ലാവരും ആവശ്യപ്പെടല്ലേ. അല്ല, നമ്മളെ ചാനൽ കാണുന്ന ആരെങ്കിലും പൈസ ഇടാൻ താല്പര്യമുള്ളതല്ലേ? മിറർ വെക്കാനൊരു കാല് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ അതേപോലെ ഓവർ വെയിറ്റ് കയറ്റാതെ അടുത്ത പണിയാണ്. വെയിറ്റ് വല്ലാണ്ട് കയറ്റിയില്ല. പിന്നെ അതേപോലെ ഒരു മറ്റേ എന്താ പറയാ, സൺസൈഡ് എന്നൊക്കെ പറയും, പല ഭാഗത്തും പല പേരാണ് പറയാ അല്ലെ? ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ടാക്സി എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് എത്ര റുപ്യ ഈ ബോഡി വർക്കിന്? ഇത് ബോഡി പണി എടുക്കാൻ 28,000 രൂപയായി. 28,000 റുപ്യ ഫുൾ പണി കേട്ടോ. വയറിങ് അതിന്റെ സെറ്റ് ഉണ്ട്, എല്ലാതും ഉണ്ട്. ലൈറ്റ്. ഇത് എവിടുന്നാ ബോഡി വർക്ക് എടുത്തത് നിങ്ങള്? ഇത് വെസ്റ്റില് എവിടുന്ന്? വെസ്റ്റില് നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലേ? സിമ്പിൾ വർക്കാണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റായിട്ട്. അതിന്റെ ലൈറ്റ് ഒക്കെ ഉണ്ട്. അതിലൊരു പ്രത്യേകം കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്രയും ഇതാണ്. അപ്പോ പാസഞ്ചർക്ക് ഓർമ്മക്ക് വേണ്ടിട്ട് പലരും കയറി അത് നല്ലൊരു ഉപകാരമാണ്. എന്താ വെച്ചാല് അവർക്കൊരു ഓർമ്മപ്പെടുത്തല്ലേ. പല ആളുകളും സാധനങ്ങളൊക്കെ വെച്ച് മറന്നു പോലുണ്ട്. മുകളിലൊക്കെ ഒരു സീലിങ്, പിന്നെ ഉള്ളില് ബോക്സും അതിന്റെ സെറ്റപ്പും ലൈറ്റും കാര്യങ്ങളും ഒക്കെ. വണ്ടി ഇപ്പൊ ടയർ കാര്യങ്ങളൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ? ടയർ 25,000 കിലോമീറ്റർ ആയി. ഇപ്പൊ ടയർ മാറ്റാനുള്ള ഒരു ഇതാണ്. ഏകദേശം 25,000 കിലോമീറ്റർ, ഒരു 2 കിലോമീറ്റർ കൂടെ ഓടിയിട്ടേ 30,000-നുള്ളിൽ രണ്ടെണ്ണം മാറ്റണം. അത് നമ്മളെ വണ്ടിക്ക് സേഫ്റ്റിയാണ്, മൈലേജ് കിട്ടും ചെയ്യും. സർവീസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഫസ്റ്റത്തെ സർവീസ് എത്ര കിലോമീറ്ററിലാണ്? ഫസ്റ്റ് 700 കിലോമീറ്റർ. ഫസ്റ്റത്തെ 700 കിലോമീറ്ററിലേക്ക് 700 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ്. പിന്നെ 10,000, പിന്നെ 10, 20, 30 അങ്ങനെ. നമ്മൾ എന്ത് കംപ്ലൈന്റ് ഉണ്ട് അപ്പം കൊണ്ടേ ചെല്ലാം. കംപ്ലൈന്റ് ഒക്കെ പെട്ടെന്ന് ശരിയാക്കി തരും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ല. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചങ്ങല കാണുന്നത് എന്താണ്? ഇത് സ്കൂട്ടികളെ തന്നെ. ഇതിങ്ങനെ കൊളുത്തും. ചെറിയൊരു സീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? അതിങ്ങനെ കൊളുത്തിട്ട് കുട്ടികളെ പണി എടുക്കുന്നുണ്ട്. വണ്ടിയെ പറ്റി കസ്റ്റമേഴ്സ്, വണ്ടി കേറുന്ന ആളുകളുടെ അഭിപ്രായം എങ്ങനെയാണ്? വണ്ടി ഇലക്ട്രിക് അല്ലേ, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡീസൽ വണ്ടിയിലൊക്കെ പോയി കുലുക്കൊന്നും ഇല്ലല്ലോ. വളരെ നല്ല അഭിപ്രായം പറയണേ ഇലക്ട്രിക് വണ്ടി. ഇപ്പൊ കോഴിക്കോട് എല്ലാവർക്കും ഇലക്ട്രിക് വണ്ടി ആയല്ലോ. ഏകദേശം എത്ര വണ്ടി കോഴിക്കോട് ആയിട്ടുണ്ടാവും? വണ്ടി ഇപ്പൊ ഒരു 1500 വണ്ടിന്റെ മുകളിലായി.
ആയി 1500 വണ്ടി ഇനിയിപ്പോ 500 പെർമിറ്റ് കൂടി ഉണ്ട്. തുടക്കത്തിൽ കുറെ ആളുകൾ പറഞ്ഞിരുന്നത് പ്രൈവറ്റ് ആണോ ടാക്സി ആണോ അറിയാൻ ആളുകൾ വിളിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രശ്നമില്ല, ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. ആൾക്കാർക്ക് മനസ്സിലായി. ഈ വണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്, വണ്ടി കാത്തിക്കുന്ന ആൾക്കാരുണ്ട്, വണ്ടി കാത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഫോൺ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഉണ്ട്. വണ്ടി നിങ്ങൾ തൃപ്തനാണോ? ഓ വണ്ടിയൊക്കെ ഇനിയിപ്പോ നിങ്ങളൊരു വണ്ടി ഇപ്പം മാറ്റാൻ വേണ്ടിട്ടല്ല, ഒരു കൊല്ലായിട്ടല്ലേ ഉള്ളൂ. ഭാവിയിൽ ഒരു വണ്ടി മാറ്റുകയാണെങ്കിൽ ഇലക്ട്രിക് എടുക്കുക അല്ലെ CNG? ഇലക്ട്രിക് തന്നെ. ഇനിയിപ്പോ കാലങ്ങളായിട്ട് ഇതന്നെ ഓട്ടോമേ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് വണ്ടി. ഇപ്പൊ മോണ്ടറൊക്കെ 1000 കിലോമീറ്റർ കൂടി വരുന്നുണ്ട്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടി? ഇത് കമ്പനി ഇത് ഫസ്റ്റ് ഇറങ്ങിയാണ്. ഇതിന്റെ ഫസ്റ്റ് മോഡൽ ചെറിയ ടയറാണ്. 120 കിലോമീറ്റർ ആണ് കമ്പനി പറഞ്ഞത്. 120 എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? 105 ആ റേഞ്ചിൽ മാക്സിമം മൈലേജ് കിട്ടും. പിന്നെ നമ്മൾ ഈ ബോഡി വർക്ക് എടുത്ത ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിന് വേറെ മോഡൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് 140. പുതിയ FX Max എന്ന് പറഞ്ഞിട്ട്. ഇത് FX അല്ലേ, പഴയ മോഡല്, ഫസ്റ്റ് ഇറങ്ങിയ മോഡല് FX. ചാർജിങ് പോയിന്റ് എവിടെയാണല്ലേ? അതെ. ചാർജർ കൈ കൊണ്ട് നടക്കലുണ്ടോ? ചാർജർ ഉണ്ട്. ചാർജർ ഒന്ന് കാണിക്കോ? ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ. ചാർജർ പൊടിയും മണ്ണൊന്നും കയറാതെക്കാൻ നല്ല ഉഷാറായിട്ട് അതിന്റെ മുകളിൽ തന്നെ ബോൾട്ട് ചെയ്ത് സെറ്റ്. ഇപ്പൊ കമ്പനി വണ്ടി ഇറങ്ങിയപ്പോ ഈ ചാർജർ അല്ലായിരുന്നല്ലോ? രാമരാജന്റെ വേറെ കമ്പനി ഏറ്റെടുത്താണ്. ചാർജർ കമ്പനി എടുത്ത് വേറെ ചാർജർ തന്നെ ഒരു എമൗണ്ട്. ഇത് ഇപ്പൊ ഓഫർ ഇട്ടാണ് 15000 രൂപയും ചാർജറും. വാറണ്ടി ഇപ്പൊ എത്ര ഉണ്ട് ഇതിന്? 3 വർഷം. 3 വർഷം. ആദ്യത്തെ 1 വർഷം. ഇപ്പൊ 3 വർഷം വാറണ്ടി ഉള്ള അമരരാജൻ തന്നെ പുതിയ മോഡൽ ചാർജറാണ്. ഈ ചാർജറിനെ പറ്റി ഞാൻ അന്വേഷണം കിട്ടിയ വിവരം കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ല ഉഷാറാണ്. ചെറിയൊരു അരമണിക്കൂർ അധികം വരുന്നുണ്ട്. പക്ഷെ അരമണിക്കൂറിനല്ലല്ലോ നമുക്ക് വിഷയം, ചാർജർ ചെയ്യാന്നുള്ളതാണല്ലോ. ഓക്കെ, വണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നന്ദിയുണ്ട്. അപ്പേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്സ്.